ഹായ് ഫ്രണ്ട്സ്, മന്ത്രാസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി തേങ്ങാപ്പാൽ ചോറും കുരുമുളക് ഇട്ട് വെച്ച ചിക്കൻ പെരട്ടുമാണ്. ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 3 സവാള വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ആറുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കണം. ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം. ഇനി ഈ ചീനിച്ചട്ടിയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു തക്കോലം, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 3 ഏലക്ക, ഇത് ഇത്ര ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫ് കൂടി നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം ഒരു 3 വറ്റൽമുളക് മുറിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ 1.5 കിലോ ചിക്കനാണ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണയിൽ കിടന്നൊരു 2-3 മിനിറ്റിന് ശേഷം മാത്രം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തേങ്ങാപ്പാൽ ചോറിനുള്ള റൈസ് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുക്കുന്നത്. ബിരിയാണി അരി 2-3 പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വാർത്തതിന് ശേഷം അത് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് കുതിരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിതിൽ കൂടുതലും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ലാസ്റ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ മുളക് പൊടി ആദ്യം നമുക്ക് 2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന സവാള അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 3 സവാളയാണ് എണ്ണയിൽ വഴറ്റി വെച്ചിരുന്നത്. അത് അരച്ചെടുത്തത് ആ ഒരു അരപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി സിമ്മിലിട്ട് ഒരടപ്പ് കൊണ്ട് അടച്ച് നമുക്കിത് ചിക്കൻ വേവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി കോക്കനട്ട് മിൽക്ക് റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു തക്കോലം, 3 പച്ചമുളക്, പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഇതും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞ് ഇതാണ് കോക്കനട്ട് മിൽക്ക് റൈസിൻ്റെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ചെറിയ സവാള അത് നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചായിരുന്നു. അല്ലാതെ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വറ്റുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 3 പച്ചമുളക്
നെടുകെ കീറിയതിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ സ്പൂൺ വീതം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ കോക്കനട്ട് മിൽക്ക് റൈസിൻ്റെ സവാളയൊന്ന് വഴറ്റി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് കപ്പിലാണോ അരി എടുത്തത് ആ കപ്പിൻ്റെ അളവിൽ തന്നെ തേങ്ങാപ്പാലും വെള്ളവും എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് വെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് ഊറ്റിയെടുത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ബസ്മതി റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് നല്ല തിള വന്നതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് സിമ്മിലിട്ട് 8 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് റെഡിയാവും. അപ്പോൾ ഈ സമയം നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. ചിക്കൻ നല്ല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. എരിവ് ആവശ്യത്തിന് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എരിവിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ 3 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മുളക് പൊടി കുറച്ചാണ് ചേർത്തത്, 2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ചെറിയ പീസാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. 8-10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഓരോ അരിയുടെ വേവ് അനുസരിച്ചാണ്. ഇവിടെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ പുരട്ടും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ രുചികരമായ ചിക്കൻ പുരട്ടും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ കോക്കനട്ട് മിൽക്ക് റൈസും ചിക്കൻ പുരട്ടും ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കോക്കനട്ട് മിൽക്ക് റൈസിലേക്ക് കുറച്ച് കാഷ്നട്ട് കൂടി നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ടും ഫ്രൈ ചെയ്തെടുത്തത് നമുക്ക് തേങ്ങാപ്പാൽ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ തേങ്ങാപ്പാൽ ചോറും കുരുമുളകിട്ട് വെച്ച ചിക്കൻ പുരട്ടും തയ്യാറായിരിക്കുകയാണ്. മന്ത്രാസ് കുക്കിംഗ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.